പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളുടെ ആയുസ് വർദ്ധിക്കാൻ, പെട്ടെന്ന് മരിക്കാതിരിക്കാൻ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ 2 പ്രാർത്ഥനകളാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ആയുസ് ചുരുക്കുന്ന, നമ്മളെ പെട്ടെന്ന് മരിപ്പിക്കുന്ന 10 കാര്യങ്ങളും പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോ ക്ലാസ്സിലും നമ്മൾ 3 അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മളുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് ലഭിക്കുകയാണ്. അള്ളാഹു ചൊല്ലാല്ല ഭാഗ്യം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റൂഹിനെ പിടിക്കാൻ, നമ്മളുടെ ആത്മാവിനെ പിടിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കിന്റെ പേരെന്താണ്? എല്ലാവർക്കും ഇത് അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. നമ്മളുടെ ആത്മാവിനെ പിടിക്കാൻ, നമ്മളെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കിന്റെ പേരെന്താണ്? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ, ശരീരത്തിലൊക്കെ നല്ല ആരോഗ്യമുണ്ടാകാൻ, പെട്ടെന്ന് മരിക്കാതിരിക്കാൻ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ 2 പ്രാർത്ഥനകളാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആയുസ് ചുരുക്കുന്ന, പെട്ടെന്ന് നമ്മളെ മരിപ്പിക്കുന്ന, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട 10 കാര്യങ്ങളുമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളുടെ ആയുസ് വർദ്ധിക്കാൻ, പെട്ടെന്ന് മരിക്കാതിരിക്കാൻ എല്ലാ ദിവസവും നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നിസ്സാരമല്ല. പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, ആയുസ് വർദ്ധിക്കാനും, സമ്പത്തിൽ വർധനവുണ്ടാവാൻ, നമ്മളെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മളെ ടെൻഷൻ മാറാൻ, മക്കൾ ഉണ്ടാവാൻ, വെള്ളം ലഭിക്കാൻ ഒക്കെ ഈ ദിക്ർ നല്ലതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഓരോ ദിവസവും ധാരാളം പ്രാവശ്യം പറയുക. അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലേണ്ടത് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ഓരോ ദിവസവും നിർബന്ധമായി 17 തവണ പറയേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ അല്ലാത്ത സമയത്തും ധാരാളം നമ്മൾ പറയണം. ഒരുപാട് രോഗങ്ങൾക്കത് മരുന്നാണ്. അധിക ആളുകളും മരിക്കുന്നത് രോഗികളായിട്ടാണ്. അപ്പൊ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിസ്കാരത്തിന് പുറമെ ഫാത്തിഹ സൂറത്ത് ധാരാളം പറയുക. എന്നാൽ നല്ല ആയുസ് ഉണ്ടാകും, നല്ല ആരോഗ്യം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ഏതാണ് ആ പ്രാർത്ഥന? സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. ശരിക്കും ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് കൊണ്ട, ആരോഗ്യം കൊണ്ട. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, എന്റെ കേൾവി ശക്തി നീ നിലനിർത്തണേ റഹ്മാനെ. നമ്മളെ ശരീരത്തിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മളെ ചെവിയാണ്. ആ ചെവിയുടെ കേൾവി ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ ശരീരം ആകെ തളർന്നു പോകും. അതുകൊണ്ട് എന്റെ കേൾവി ശക്തി നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ച ശക്തി നീ നിലനിർത്തി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല.
ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. എഴുതിയെടുക്കാൻ കഴിയുന്ന ആളുകൾ എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അങ്ങനെ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹു ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കും. നമ്മളെ ആയുസ്സിലെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. ആയുസ്സിൽ ബറക്കത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒന്നാമത്തെ കാര്യം. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ, മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് മരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളെ സ്വർഗമാണ് നമ്മളെ മാതാപിതാക്കള്. നമ്മളെ ജീവിതത്തിലെ വലിയ ബറക്കത്താണ് നമ്മളെ മാതാപിതാക്കള്. ആ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുതേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നേരിട്ട് അല്ലാഹു നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മാതാപിതാക്കളെ പൊരുത്തം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്ര ആളുകളാണ് കല്യാണം കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ ഒഴിവാക്കിയത്? എത്ര ആളുകളാണ് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്നത്? എത്ര ആളുകളാണ് മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവര്? എത്ര ആളുകളാണ് മാതാപിതാക്കളെ തെറി വിളിക്കുന്നു? ഭക്ഷണം കൊടുക്കാത്തവര്, രോഗം വന്നാൽ അവരെ ചികിത്സിക്കാത്ത മക്കളില്ലേ? നീ ശ്രദ്ധിച്ചോ, നീയും അങ്ങനെ രോഗിയാകും. നീയും അങ്ങനെ രോഗിയായി പെട്ടെന്ന് മരണപ്പെടും. നിന്റെ യാത്രയിൽ ഒരു കാവലുണ്ടാകൂല, നിന്റെ ജോലിയിൽ ഒരു കാവലുണ്ടാകൂല. അതുകൊണ്ട് മാതാപിതാക്കൾ സ്നേഹിച്ചോ, ആദരിച്ചോ. നമ്മളെ ആയുസ് ചുരുക്കുന്ന രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധം മുറിക്കലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, ആരെങ്കിലും ആയുസിൽ ബറക്കത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആയുസിൽ വർധനവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധം പുലർത്തുക. അപ്പൊ നമ്മൾ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആയുസ് കുറഞ്ഞു പോകും, നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. മാത്രമല്ല നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ജ്യേഷ്ഠനോട് പിണങ്ങിയവരുണ്ട്, അനിയനോട് പിണങ്ങിയവരുണ്ട്, അമ്മായിയോട് പിണങ്ങിയവരുണ്ട്, സ്വത്തിന്റെ പേരിൽ പിണങ്ങിയവരുണ്ട്, വീടിന്റെ പേരിൽ പിണങ്ങിയവരുണ്ട്. അങ്ങനെ കുടുംബ ബന്ധം ബന്ധനങ്ങളായി മാറിയ എത്ര ആളുകളുണ്ട്. അവർക്കൊന്നും സ്വർഗത്തിൽ പ്രവേശനമില്ല. അവരുടെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. നമ്മുടെ ആയുസിൽ ഒരു ബറക്കത്തും ഉണ്ടാകൂല. അതുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രോഗങ്ങളുടെ വീടാണ് നമ്മുടെ വയറ് എന്ന് വലിയ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം പറയുകയാണ്, രോഗങ്ങളുടെ വീടാണ് വയറ്. വയറ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെയാണ് കഴിക്കേണ്ടത്. ആരോഗ്യമുണ്ടാകാനാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാകണം, മക്കളെ സംരക്ഷിക്കണം, കുടുംബത്തിനെ നോക്കണം, അതിന് ആരോഗ്യം വേണം. അതിനാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതെ എവിടുന്നെങ്കിലും എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടാകാൻ പാടില്ല. നമ്മളെ ശരീരത്തിന് ഉപകരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ ശരീരത്തിന് ഉപകരിക്കുന്ന ഭക്ഷണമാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വയറ് നിറച്ച്, അമിതമായി വയറ് നിറച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതും വലിയ രോഗത്തിന് കാരണമാകും. വലിയ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, വേണ്ട എന്ന് പറയുന്നില്ല. വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കരുത്, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, പെട്ടെന്ന് രോഗികളാകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നാലാമത്തെ കാര്യം പാപങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്.
എല്ലാ ദിവസവും തെറ്റ് ചെയ്യും. രാവിലെ എണീറ്റാ തുടങ്ങും ഗീബത്തും നമീമത്തും പറയുക, കളവ് പറയുക, അസൂയ വെക്കുക, അഹങ്കരിക്കുക, കിബിർ വെക്കുക. ഇങ്ങനെ നേരം വെളുത്താ രാവിലെ എണീറ്റാ തുടങ്ങും. ചില ആളുകളുടെ ഹോബിയാണ് തെറ്റിലായി മുഴുകുക. ആ തെറ്റിൽ നിന്ന് ഒരിക്കലും അവൻ വിട്ടുനിൽക്കുന്നില്ല. വെള്ളിയാഴ്ചയും തെറ്റ് ചെയ്യും, റമദാനിലും തെറ്റ് ചെയ്യും, ഷഅബാനിലും തെറ്റ് ചെയ്യും, അതുപോലെ തന്നെ റജബിലും തെറ്റ് ചെയ്യും, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും ഇവൻ തെറ്റിലായി മുഴുകുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ ആയുസ് കുറയും. എപ്പോഴും മദ്യപിക്കുക, തീരെ മദ്യപിക്കാൻ പാടില്ല. എപ്പോഴും നല്ല, വല്ലപ്പോഴും മദ്യപിക്കാൻ പറ്റോ? അതും പറ്റൂല. അങ്ങനെ എല്ലാ ദിവസവും തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാ ദിവസവും ഉമ്മയെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്, എല്ലാ ദിവസവും അയൽവാസികളെ പിണങ്ങുന്ന ആളുകളുണ്ട്, എല്ലാ ദിവസവും അയൽവാസികളെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ആയുസ് ചുരുങ്ങിപ്പോകും. ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്, ഇതൊക്കെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തെറ്റും പാപവും കുറ്റവുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റിലായി മുഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ആയുസ് കുറയും. നമ്മൾ എത്ര ദുആ ചെയ്താലും ആയുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുകയില്ല. അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ അഞ്ചാമത്തെ കാര്യം അമിതമായി ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം 8 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി. ചില ആളുകൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. അള്ളാഹു നമ്മൾക്ക് ബറക്കത്ത് നൽകുന്ന സമയമാണ്. നമ്മളെ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ആ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകുന്നത് സുബഹിന്റെ ശേഷമുള്ള സമയ. ആ സമയത്താണ് ചില ആളുകൾ കിടന്നുറങ്ങുക. സുബഹി നിസ്കരിക്കാതെ എങ്ങനെ അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകും? അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവൂല. അതുപോലെ തന്നെ അസർ നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങുക, ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മളെ ആയുസ് ചുരുങ്ങിപ്പോകും, പെട്ടെന്ന് മരിക്കാൻ അത് കാരണമാകും. അതോടൊപ്പം തന്നെ കള്ള സത്യം പറയാ. അങ്ങനെ ചില ആളുകളുണ്ട്, അള്ളയാണ് സത്യം, നബിയാണ് സത്യം, നിന്റെ അമ്മയാണ് സത്യം, മമ്പർത്ത് തങ്ങളാണ് സത്യം, ബദരീങ്ങളാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കളവ് പറയുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെ കള്ള സത്യം വെക്കുന്ന ആളുകളുടെ ആയുസ് ചുരുങ്ങിപ്പോകും. അവര് പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അള്ളാനെ പിടിച്ചൊക്കെ ലാഘവത്തോടുകൂടെ സത്യം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ നുണ പറഞ്ഞ് കച്ചവടം നടത്തുക. ഈ സാധനം ഒറിജിനൽ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂപ്ലി സാധനം പാവങ്ങൾക്ക് വിൽക്കുന്ന എത്ര മുതലാളിമാരുണ്ട്, കച്ചവടക്കാരുണ്ട്. രക്ഷപ്പെടൂല. റബ്ബിന്റെ കോടതിയിൽ ഇതിനെ പിടിക്കപ്പെടും. വഞ്ചിച്ചു കഴിഞ്ഞാൽ നിന്റെ ആയുസ് ചുരുങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കിക്കോ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഏഴാമത്തെ കാര്യം അസൂയ വെക്കലാണ്. മറ്റുള്ളവരോട് അസൂയയും ദേഷ്യവും വെച്ച് ജീവിക്കുക. നമുക്ക് പിന്നെ എവിടെ സമാധാനം ഉണ്ടാവുക? എപ്പോഴും അസൂയ, അയൽവാസിയോട് അസൂയ, കൂട്ടുകാരോട് അസൂയ, കുടുംബക്കാരോട് അസൂയ, നമ്മളെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖമായിരിക്കും. അങ്ങനെ നമ്മൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അസതെന്ന രോഗം കാക്കണേ മരണം വരെ. മരണം വരെ, നീ മരിക്കുന്നത് വരെ അസൂയയെ തൊട്ട് കാക്കണം. അസൂയ നിന്റെ കൽബിൽ കയറാതെ നീ സൂക്ഷിക്കണമെന്നാണ് മഹാന്മാര് പറയുന്നത്. അത്രയും വലിയ കഠിനമാണ് അസൂയ. ക്യാൻസറിനേക്കാൾ, എയ്ഡ്സിനേക്കാൾ വലിയ മാരകമായ രോഗമായി മഹാന്മാര് പഠിപ്പിച്ചത് അസൂയയെയും അഹങ്കാരത്തിനെയുമാണ്. അതുകൊണ്ട് ഒരാളോടും അസൂയ വെക്കരുതേ, ആയുസ് ചുരുങ്ങിപ്പോകും. അതുപോലെ തന്നെ അമിതമായ ടെൻഷൻ, അമിതമായ ദുഃഖം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരമൊക്കെ ക്ഷയിച്ചു പോകും. നമ്മൾ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിപ്പോകും. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? ഇത് ദുനിയാവല്ലേ, ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം. അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. ഇത് സ്വർഗ്ഗമല്ല. സ്വർഗ്ഗത്തിൽ പ്രയാസങ്ങളില്ല, സങ്കടങ്ങളില്ല, ടെൻഷനില്ല, ദുഃഖങ്ങളില്ല. ഇത് ഭൂമിയാണ്. ഭൂമിയിൽ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. നമ്മളെക്കായുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ കഴിഞ്ഞു പോയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയില്ലേ? അവർ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയവരാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാൽ, എപ്പോഴും ദുഃഖിച്ചിരുന്നാൽ നമ്മളെ ആരോഗ്യം നശിച്ചു പോവുകയും പെട്ടെന്ന് മരണത്തിലേക്ക് എത്തുകയും ചെയ്യും. അള്ളാഹുവെ, ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ, കുടുംബങ്ങൾക്ക്, ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. എപ്പോഴും വ്യഭിചരിക്കുക. ചില ആളുകളുടെ തൊഴിലാണെന്ന് വ്യഭിചരിക്കുകയും അവിഹിത ബന്ധം നടത്തുക. ഭാര്യയൊക്കെ ഉണ്ടാവും, ഭർത്താവൊക്കെ ഉണ്ടാവും, അവിഹിത ബന്ധം അവർക്ക് വേണം. ഇപ്പോഴത്തെ ചില സഹോദരിമാരുടെ സ്വഭാവമാണ് ഭർത്താവും വേണം, അതുപോലെ തന്നെ കാമുകനും വേണം. ഭർത്താവിനെയും കാമുകനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ചില സഹോദരിമാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല. ഭർത്താവിനെ വഞ്ചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാലാഖമാര് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിഹിത ബന്ധമോ അതുപോലെ തന്നെ വ്യഭിചാരമോ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ
പെട്ടെന്ന് രോഗികളാകുകയും പെട്ടെന്ന് മരണത്തിലേക്ക് അടുക്കുകയും ചെയ്യും. അത്തരം ദുഷിച്ച ചിന്തകളെ തൊട്ട് പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മക്കളെ കാക്കണേ അല്ലാ, കുടുംബത്തിനെ കാക്കണേ റഹ്മാനെ. അതുപോലെ വൃത്തിയില്ലാതെ നടക്കുക. നമ്മളെ ശരീരത്തിൽ എപ്പോഴും വൃത്തി വേണം. വായ എപ്പോഴും വൃത്തിയാകണം. ഗുഹ്യഭാഗങ്ങൾ എപ്പോഴും വൃത്തി ഉണ്ടാകണം. ശരീരം മുഴുവനും എപ്പോഴും വൃത്തി ഉണ്ടാകണം. വൃത്തിയില്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് ഓരോ രോഗങ്ങൾ വരും. ചെറിയ ചെറിയ രോഗങ്ങൾ ആദ്യം വന്നു തുടങ്ങും, പിന്നെ അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തും. ആ വലിയ രോഗങ്ങൾ മരണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരം എപ്പോഴും വൃത്തിയാക്കുക. നമ്മളെ ആയുസ് ചുരുങ്ങുന്ന, നമ്മളെ പെട്ടെന്ന് മരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള 10 കാര്യങ്ങളാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. സൂക്ഷിക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞ ആ ദിക്റുകൾ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്റും, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന പ്രാർത്ഥനയും അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും ജീവിതത്തിൽ നന്നായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു ആരോഗ്യം നൽകും, തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.